എന്തായിരുന്നു എൻഎംഎംഎസിന് സ്പെഷ്യലായിട്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ, എങ്ങനെയായിരുന്നു പ്രിപ്പയർ ചെയ്തിരുന്നത്? പഠിക്കുന്ന കാര്യങ്ങൾ അത് മറന്നു പോവാതെ പഠിക്കുക എന്നുള്ളതാണ്. കാരണം പ്രീവിയസ് ഇയർ ഒക്കെ അനലൈസ് ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് അനലൈസ് ചെയ്യുക. വലിയൊരു ഹാപ്പിനെസ് ഉള്ള ഒരു മൊമെന്റിലാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസം NMMS എക്സാമിന്റെ റിസൾട്ട് വന്നപ്പോൾ ഓൾ കേരള ഫസ്റ്റ് റാങ്ക് വാങ്ങിയിട്ടുള്ള നമ്മുടെ സ്റ്റുഡന്റ് നശ്വയും നശ്വയുടെ ഫാമിലിയും കൂടെ ഇന്ന് നമ്മുടെ എക്സാം വൈ ലേണിംഗിന്റെ ഓഫീസിലോട്ട് വന്നു. നമ്മളെല്ലാവരും മീറ്റ് ചെയ്യാനും കുറേ കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നശ്വയുടെ ഒരു ജേർണി എന്ന് പറയുന്നത് ഇനിയും NMMS പോലെയുള്ള മറ്റ് കോമ്പറ്റീവ് എക്സാമുകളൊക്കെ എഴുതുന്ന സ്റ്റുഡൻസിന് ഹൈലി മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു ജേർണിയാണ്. ആ ഒരു ജേർണി എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ വെൽക്കം ടു എക്സാം വൈ ലേണിംഗ് വൺസ് അഗൈൻ. അപ്പം നശ്വയോട് ഫസ്റ്റ് ചോദിക്കാനുള്ളത്, NMMSന്റെ റിസൾട്ട് വന്നു. നശ്വ എന്തായാലും ക്വാളിഫൈ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും കൺഫ്യൂഷൻ ഇല്ലായിരുന്നു. കാരണം അതിന് മുന്നേയുള്ള പെർഫോമൻസ് ഒക്കെ നമുക്ക് അറിയുന്നതാണ്. പക്ഷേ ഓൾ കേരള ഫസ്റ്റ് റാങ്ക് വന്നു എന്ന് അറിഞ്ഞ ഒരു മൊമെന്റിൽ ശരിക്കും എന്താണ് ഫീൽ ചെയ്തത്? ഹാർഡ് വർക്ക്, ഇതിനു വേണ്ടിയിട്ട് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തത് ഒരു ഫ്രൂട്ട് ആയല്ലോ എന്നുള്ളൊരു അത്ര നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ഓക്കെ, അതിനുവേണ്ടി കുറേ ദിവസങ്ങളായിട്ട് നമ്മളതിന് വർക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടോടെ എത്തിയപ്പോൾ അപ്പോൾ നശ്വയുടെ സ്കൂളിലും ഒരുപാട് ഫ്രണ്ട്സിനും ഒക്കെ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നശ്വ ഇതിന് മുന്നേയും ഒരുപാട് കോമ്പറ്റീവ് എക്സാമുകൾ സ്ഥിരമായിട്ട് എഴുതുന്ന ഒരാൾ കൂടിയാണ് അല്ലേ? ഇപ്പോൾ നമ്മുടെ എക്സാം വൈയുടെ XCT എക്സാമിൽ ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു, NSMCയിൽ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് എക്സാമുകൾ ഓൾറെഡി ഇങ്ങനെ എഴുതുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കോമ്പറ്റീവ് എക്സാമുകളൊക്കെ ഇങ്ങനെ എഴുതണം, പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതിലോട്ടൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളും വരാനുള്ള അതിൻ്റെ റീസൺ എന്താണ്? ഇതിൻ്റെ ഒരു പാത്ത് എന്ന് പറയുന്നത് എൻ്റെ അംബീഷൻ തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ അംബീഷൻ എന്ന് പറയുന്നത് ഒരു ആസ്ട്രോണമർ ആവാനാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ റിസർച്ചൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ അതിൽ JEE ക്രാക്ക് ചെയ്യണം എന്നുള്ളൊരു സംഭവം ഞാൻ കണ്ടു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടപ്പോൾ ഈ JEE എന്ന് പറയുന്നത് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞപ്പോൾ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാമിനേഷൻ. അപ്പോൾ അതിലോട്ട് ഞാൻ ഒന്ന് ഒരു റെഡി ആയിട്ട് പോകണമെങ്കിൽ എനിക്ക് ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാംസ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളൊരു ഇത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ JEEലൊക്കെ ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടി 355 ആണല്ലോ, JEE അഡ്വാൻസ് ആണെന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ കുട്ടിയുടെ ഒക്കെ ഹിസ്റ്ററി എടുത്ത് നോക്കിയപ്പോൾ 7 years മുമ്പ് തന്നെ ഇതിന് പ്രിപ്പറേഷൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് ഇന്ത്യയിലുള്ള ഒരുപാട് ഒളിമ്പ്യാഡ്സ് അറ്റൻഡ് ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിനോട് ഇത്രത്തോളം ഒരു ക്രേസ് തോന്നിയത്. ആക്ച്വലി നശ്വ ഇപ്പോൾ പറഞ്ഞത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റാണ്. നമ്മുടെ കേരളത്തിലുള്ള സ്റ്റുഡൻസ് പലപ്പോഴും കോമ്പറ്റീവ് എക്സാമുകളിലൊന്നും ടോപ്പേഴ്സ് ആവാറില്ല. അതേസമയം മറ്റ് സ്റ്റേറ്റിലുള്ള സ്റ്റുഡൻസ് ടോപ്പേഴ്സ് ആവുന്നു. മെയിൻ റീസൺ ഇതാണ്, അവർ നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങും എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പം നശ്വയുടെ ഈ ഒരു ജേർണിയിൽ ആക്ച്വലി പാരൻസിനും വലിയൊരു റോളുണ്ട്. അപ്പം ഞാൻ സാറുമായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നശ്വയെ ഇപ്പം നമ്മുടെ ഒരു എക്സാം വൈയുടെ ഫൗണ്ടേഷൻ കോഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലോട്ടൊക്കെ ഒരു എക്സ്പോഷർ കൊടുക്കണം എന്നുള്ളൊരു അങ്ങനത്തെ ഒരു ഡിസിഷൻ എന്തുകൊണ്ടാണ്? നോർമൽ പാരൻസ് മിക്കവാറും ട്യൂഷൻ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് പൊതുവേ ചിന്തിക്കാത്തൊരു ടൈമിൽ സ്റ്റുഡൻസിന് ഇങ്ങനത്തെ ഒരു എക്സ്പോഷർ കൊടുക്കണം എന്നുള്ളത് സാർ എന്തുകൊണ്ടാണ് ആ ഒരു വ്യൂവിലോട്ട് എത്തിയത്? പ്രധാനമായിട്ടുള്ള കാരണം നമ്മളെ XNYയുടെ CEO അജ്മൽ സാറ് അങ്ങനെ ഒരു വീഡിയോ കാണുന്ന നേരത്ത് അതിൽ അദ്ദേഹത്തിന്റെ യോഗ്യത അയാൾ പറയാറുണ്ട്. നമുക്ക് കാര്യമായിട്ട് അറിയേണ്ടത് നമ്മളൊരാൾ പഠിപ്പിക്കുന്ന ആൾ എന്ത് പഠിച്ചെന്ന് ആദ്യം അറിയണം. അത് ഈ സാറ് തന്നെ വെളിപ്പെടുത്തുന്നതോടെ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി അത് കേൾക്കാൻ കാരണം ഒരു SLC ഒക്കെ 10-0 തന്നെ തേച്ച് കിട്ടാത്ത ആളുകളാണ്, സംസാരിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ അവരെന്ത് ചെയ്യും, വളരെ അടിച്ചുപൊളിച്ച് പറയാൻ കഴിയും. അപ്പം ആഗ്രഹിക്കുന്നത് പ്രധാനമായിട്ടും അധ്യാപകരുടെ ക്വാളിഫിക്കേഷൻ അറിയാന്നുള്ളതാണ്. അത് ഈ XNYയിലുള്ള ഓരോ അധ്യാപകരും അവരുടെ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. അതാണ് ഇതിലേക്ക് കൂടുതൽ താല്പര്യപ്പെട്ടത്. ഓക്കെ, അപ്പം ആ ഒരു ടീമിന്റെ കൂടെ ആവുമ്പോൾ സ്റ്റുഡൻസിന് അത്യാവശ്യം നന്നായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടും എന്നുള്ളൊരു ആ ഒരു എക്സ്പെക്ടേഷനിലാണ്. ഓക്കെ, ഇപ്പോൾ നശ്വ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇപ്പോൾ NMS പോലുള്ള ഒരുപാട് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ നമ്മൾ മീറ്റ് ചെയ്തിരുന്നു അല്ലേ? നമ്മൾ വീട്ടിലൊക്കെ വന്നിട്ട് നമ്മൾ മീറ്റ് ചെയ്തിരുന്നു, നമ്മുടെ വെൽക്കം കിറ്റും കാര്യങ്ങളൊക്കെ തരാൻ. അന്നും നശ്വ പറഞ്ഞൊരു ഡ്രീമാണ് ആക്ച്വലി IST പോലെയുള്ള അത്തരത്തിലുള്ള ഇത് പഠിച്ചിട്ട് സ്പേസ് റിലേറ്റഡ് ആയിട്ടൊരു ആസ്ട്രോണമർ അങ്ങനത്തെ ഒരു രീതിയിലോട്ട് പോകണം എന്നുള്ളത് അന്നേ നശ്വയുടെ ഒരു ഡ്രീമിലുള്ള കാര്യമാണ്. ആക്ച്വലി എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഡ്രീം ഫോം ചെയ്ത് വന്നത്? മെയിൻലി എൻ്റെ ഈ സ്പേസിനോടുള്ള ഇൻട്രസ്റ്റ് തന്നെയാണ്. ഫസ്റ്റ് എനിക്ക് ഈ സ്പേസിനെ പറ്റിയിട്ട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. അതിനെപ്പറ്റി എന്ത് കേട്ടാലും അതിൽ ആ ഒരു കേട്ടറിയുന്ന സന്തോഷം വേറെ എവിടുന്നും കിട്ടാനുള്ള ആ ഒരു രീതിയിലുള്ളൊരു എനിക്കൊരു ഫീൽ ഉണ്ടായിരുന്നു സ്പേസിനെ പറ്റിയിട്ട് എന്ത് കേൾക്കുമ്പോഴും.
അപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്പേസിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാനും അതുപോലെ തന്നെ സ്വന്തമായിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും കണ്ടെത്താനൊക്കെ കഴിയുന്ന ഏതെങ്കിലും ഒരു ഫീൽഡ് ഉണ്ടോ എന്ന് ഞാൻ കുറേ തിരഞ്ഞിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ആസ്ട്രോണമർ വരുന്നത്, ആസ്ട്രോണമർ ആവണം എന്നുള്ള ഇത് വരുന്നത്. പിന്നെ ഞാൻ അജ്മൽ സാറിനോടൊക്കെ ചോദിച്ചിരുന്നു ഈ ഒരു ഡ്രീമിലേക്ക് എങ്ങനെ എനിക്ക് എത്താമെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സാറിനോട് ചോദിച്ചിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നശ്വയുടെ ഇപ്പോൾ കഴിഞ്ഞ വർഷം 8th പഠിച്ചിട്ടുള്ളത് കൊടിയത്തൂർ സ്കൂളിലാണ്. അതുപോലെ കുറേ ആളുകൾ ആക്ച്വലി ഈ ഒരു ജേർണിയിൽ നശ്വയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ജേർണി എങ്ങനെയായിരുന്നു? നശ്വയെ ആരൊക്കെയാണ് അതിൽ സപ്പോർട്ട് ചെയ്യാണ്ടായിരുന്നത്? എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് നശ്വ ആക്ച്വലി ചെയ്തിട്ടുണ്ടായിരുന്നത്? മെയിൻ സപ്പോർട്ട് എൻ്റെ ഫാമിലിയിൽ നിന്നും അതുപോലെ തന്നെ എൻ്റെ ടീച്ചേഴ്സിൽ നിന്നും ഉണ്ടായിരുന്നു. ടീച്ചേഴ്സിൻ്റെ ഇത് പറയുകയാണെങ്കിൽ ഫാസിൽ സർ, അതുപോലെ തന്നെ സാറിൻ്റെ ഒരു ടീം വർക്ക്, പേസ് ബാച്ച്. അന്ന് വന്ന സമയത്ത് നമ്മൾ പോയി സ്കൂളിൽ പോയി സാറിനൊക്കെ മീറ്റ് ചെയ്ത് സ്റ്റുഡൻസിനോട് സംസാരിച്ചത് സാറ് തന്നെയാണ് ഇതിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത്. സാറും ഫാമിലിയും അതുപോലെ തന്നെ എക്സാം വൈയിൽ നിന്ന് എനിക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടിയിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ അപ്പോഴത്തെ എൻ്റെ മെൻറ്ററായിട്ടുള്ള ഷാന മിസ് എനിക്ക് സോഷ്യലിലൊക്കെ ജനറലായിട്ട് ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഷോർട്ട് നോട്ടായിട്ട് എനിക്ക് അയച്ചു തരാറുണ്ടായിരുന്നു. അതെനിക്ക് വലിയൊരു ഹെൽപ്പായിരുന്നു. കാരണം അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആയിട്ടോ വന്നു. ഇപ്പോൾ നശ്വയുടെ അനിയൻ കൂടെ ഉണ്ട് നിദാല് ഭയങ്കര ഇംഗ്ലീഷിൽ. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോഴും അന്ന് വീട്ടിൽ വന്നപ്പോഴൊക്കെ ഇംഗ്ലീഷിൽ കുറേ കോണ്ടന്റ് ഭയങ്കര അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ആൾ കൂടിയാണ് നിദാല്. മാത്രമല്ല ഇവർ രണ്ടുപേരും നമ്മളുടെ കോൺവെർസേഷൻ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഒരു വണ്ടറായിരിക്കും ഇവർ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ എന്താ നിദാലിൻ്റെ പരിപാടി? 3rd സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്, ഇനി 4th സ്റ്റാൻഡേർഡിലോട്ട് പോകുന്നത് അല്ലേ? അപ്പോൾ ഇന്ന് താത്താക്ക് കിട്ടിയിട്ടുള്ള ഒരു അച്ചീവ്മെൻറ്റിൽ അവരുടെ കൂടെ അവാർഡ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? First of all, thank you for giving this opportunity. What kind of thing? Because it's so nice to meet you all and to see everyone here, and this is a great tuition class ever I have seen. Okay, അപ്പോൾ എന്താ ഇനി നിദാലിൻ്റെ നെക്സ്റ്റ് പ്ലാന്? നിദാലിന് എന്താ ഡ്രീം? My dream, my ambition is to become an scientist or a football player. സയൻറ്റിസ്റ്റ് ആൻഡ് ഫുട്ബോൾ പ്ലെയർ ഒരു നല്ല കോമ്പിനേഷൻ ആണല്ലോ. കുറച്ച് സമയം നമ്മൾ റിസർച്ച് ചെയ്യുന്നു, കുറച്ച് സമയം ഫുട്ബോൾ കളിക്കുന്നു. നല്ല ടീമാണ്. ഈ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ പാഷൻസ് കൊണ്ടുപോകുക എന്നുള്ളത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി വർക്ക് ചെയ്യാറുണ്ടോ? എന്തൊക്കെ ചെയ്യാറുള്ളത്? സ്കൂളിൽ നിന്ന് PT-യിലൊക്കെ ഫുട്ബോൾ കളിക്കും. പിന്നെ വീട്ടിൽ നിന്ന് ഓരോ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യാറുണ്ട്. അത് ശരി. He's actually deeply fascinated by electricity, and whenever there is a bulb, he's gonna break it and see what is inside. വീട്ടിലെല്ലാ സംഭവം ബ്രേക്ക് ചെയ്തിട്ടാ? അല്ല, അത് ഭയങ്കര ഒരു ക്യൂരിയസ് ആയിട്ടുള്ള ഒരാൾക്കാണ് ആക്ച്വലി എന്താ അതിൻ്റെ അകത്തുള്ളത് എന്നുള്ളത് നോക്കാനുള്ളൊരു ഇതുണ്ടായിരിക്കും. അതൊരു ക്യൂരിയോസിറ്റിയാണ് ആക്ച്വലി. നമ്മൾ നർച്ചർ ചെയ്തെടുക്കുക, അതിനെ ആയിരിക്കും ചിലപ്പോൾ അവർ ഫ്യൂച്ചറിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ മദറും കൂടെ ഉണ്ട്. അപ്പം ഇപ്പോൾ ഇവരുടെ ഒരു സപ്പോർട്ട്, വീട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ട് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഒരു ഫാദർ പറഞ്ഞ പോലെ തന്നെ എഡ്യൂക്കേഷനിൽ ഉള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും പാരൻസിനാണ് ഫസ്റ്റ് ഓഫ് ഓൾ വരേണ്ടത്. എന്നാലത് സ്റ്റുഡൻസിനോട്, എസ്പെഷ്യലി ഹൈസ്കൂൾ ലെവലിൽ UP ലെവലിലെ സ്റ്റുഡൻസിനോട് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ സാറിനോട് അന്ന് കുറച്ച് മുന്നേ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നിയ കാര്യം, സാറ് ഭയങ്കര അപ്ഡേറ്റഡ് ആണ് എല്ലാ കാര്യങ്ങളും. അതായത് ഒരു എഡ്യൂക്കേഷനിൽ നടക്കുന്ന ഡിഫറെൻറ്റ് കാര്യങ്ങൾ, അതിൽ വരുന്ന ഡിഫറെൻറ്റ് കോഴ്സുകൾ, സ്റ്റുഡൻസിനുള്ള ഓപ്പർച്യൂണിറ്റീസ്, ഈ കാര്യങ്ങൾ ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. ഇപ്പോൾ നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ടീം കണ്ടിട്ടാണ് നമ്മൾ എക്സാം വൈലോട്ട് വന്നതെന്ന് പറഞ്ഞ പോലെ ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. പക്ഷേ ഇന്ന് നമ്മൾ പലപ്പോഴും പാരൻസിനോട് സംസാരിക്കുമ്പോൾ ഒരു ചലഞ്ച് ഇതാണ്, പാരൻസ് പലപ്പോഴും ഇത്ര അപ്ഡേറ്റഡ് അല്ല. പുതിയ കുറേ ടെക്നോളജി വരുന്നുണ്ട്, പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ക്ലീഷ ആയിട്ടുള്ള പഴയ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലൂടെ തന്നെ ഇങ്ങനെ സ്റ്റുഡൻസിനെ കൊണ്ടുപോകുന്നൊരു സ്റ്റൈലുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ സാറ് ഫോളോ ചെയ്യുന്ന ഒരു കാര്യം ശരിക്കും ഒരുപാട് പാരൻസിന് ഫോളോ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിലെന്താണ് സാറിന് തോന്നിയിട്ടുള്ളത്? ഇതിൽ ഈ കുട്ടികളുടെ പ്രധാന ഈ നിലയ്ക്ക് ഇവർ വളർന്നു വന്നത് ഞാൻ കാര്യമായിട്ട് ഇവർക്ക് സമയം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. സമയം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികളെയും കൊണ്ട് കുറേ ഷോപ്പിങ്ങിന് പോവുക, കണ്ടമാനം കല്യാണത്തിന് പോവുക, ഉമ്മൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കുട്ടികൾ വെള്ളിയാഴ്ച പോയാൽ ശനി ഞായർ കഴിഞ്ഞ് തിങ്കളാഴ്ചയാണ് സ്കൂളിലേക്ക് അധികം കുട്ടികൾ എത്തുന്നത്. ആ സമയത്ത് ചില ദിവസം കുട്ടികൾ തിങ്കളാഴ്ച എത്തുമ്പോൾ ചില കുട്ടികൾക്ക് പെന്നുണ്ടാവും, പെൻസിലുണ്ടാവും, ചിലപ്പോൾ ഇത് രണ്ടും ഉണ്ടാകുമ്പോൾ കുട്ടിയും ഉണ്ടാവില്ല. ആ ഒരു സ്ഥിതിയാണ് വരുന്നത്. എന്നിട്ട് ഈ സ്ഥാപനങ്ങളെയാണ് പഴിച്ചായിരുന്നത് അധിക ആളുകളും. ഇതിൽ നിന്നൊക്കെ എല്ലാ രക്ഷിതാക്കളും ഒന്ന് മാറണം. പ്രത്യേകിച്ച് ഒരു കല്യാണത്തിന് ഇപ്പോൾ ഞായറാഴ്ച അങ്ങ് പോകുക എന്ന് പറയുമ്പോൾ എത്രയും സമയം പോകുന്നത്? ഇവിടെയൊക്കെയാണ് ഞാൻ കാര്യമായിട്ട് പിടിക്കുന്നത്, സമയം ഉണ്ടാക്കുക. നമുക്ക് അവർ ഇനഫ് ടൈം ഉണ്ടെങ്കിൽ പിന്നെ അവർ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ അവർ
അങ്ങനെ പൊയ്ക്കോളും എന്നുള്ള ആ ഒരു രീതിയിൽ. ഓക്കെ, അതേപോലെ തന്നെ ഇവർക്കുള്ള ഈ ഒരു എഡ്യൂക്കേഷണൽ റിസോഴ്സസുകൾ സെർച്ച് ചെയ്ത് അത് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തിലും സാർ കുറേ കാര്യങ്ങൾ റിസർച്ച് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് അങ്ങനെ ഒരു ഹാബിറ്റ് മുന്നേ എങ്ങനെ സെർച്ച് ചെയ്യുന്നതാണോ, എന്താണ് അതിലുള്ള ഒന്നൊരു സംഭവം? അതായത് എനിക്ക് സംഭവിച്ചു പോയ പോരായ്മകൾ എന്ത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുകയും അത് കുട്ടികളുടെ ഭാവിയിൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഇതിൽ കൂടെ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പുതിയ ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യുന്നതും അവർക്ക് ഇത്തരത്തെ കാര്യങ്ങൾ സെർവ് ചെയ്യുന്നതും. ഓക്കെ, നഷ്മ പിന്നെ എന്തൊക്കെ വേറെ ഏതൊക്കെ എക്സാമുകളാണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്? എനിക്ക് തോന്നുന്നു കുറേ എക്സാമുകൾ ഓൾറെഡി അറ്റൻഡ് ചെയ്ത് ടോപ്പേഴ്സായി മാറിയിട്ടുണ്ട്. വേറെ ഏതൊക്കെ എക്സാമുകളാണ്? ഈ വർഷം കുറേ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. ഒന്നാമത്തത് NMS, പിന്നെ SA ഫൗണ്ടേഷൻ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ സെക്കൻഡ് ലെവലിലോട്ട് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ഇൻ്റർവ്യൂ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ NSMC അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. NSMC നമ്മൾ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ ഫസ്റ്റ് വന്നു അല്ലേ? പിന്നെ XCT, അതുപോലെ തന്നെ പാരാബ്രില്യൻസിൻ്റെ ഫൗണ്ടേഷൻ സ്ക്രീനിങ് ടെസ്റ്റ് എടുത്തിട്ടുണ്ട്. എനിക്ക് ഓൾ ഇന്ത്യ 4th അല്ല, ഇന്ത്യ 4th വന്നിരുന്നു. ഓക്കെ, സോ ഇങ്ങനെ ഒരുപാട് എക്സാംസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇയറിൽ നമുക്ക് ഒരുപാട് എക്സാം വരുന്നുണ്ട്. എസ്പെഷ്യലി 9th എത്തുമ്പോൾ ഒളിമ്പിയാഡ് എക്സാമുകളുണ്ട്. അതുപോലെ തന്നെ ISROയുടെ യുവിക പ്രോഗ്രാം, എനിക്കൊന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മീറ്റ് ചെയ്തപ്പോൾ നമ്മൾ സംസാരിച്ചിരുന്നു. ISROയുടെ യുവിക പ്രോഗ്രാം ഓൾ ഓവർ ഇന്ത്യ ലിമിറ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്തിട്ട് ISROയിൽ പോയി അവിടെ ഒരു 2 weeks സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന, റെസിഡൻഷ്യലായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നഷ്വ എന്തായാലും അതിന് അപ്ലൈ ചെയ്യണം. എസ്പെഷ്യലി സ്പേസ് എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് അവിടെ പോകാനും അവിടുത്തെ സയൻറ്റിസ്റ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അവിടുത്തെ ഫെസിലിറ്റീസ് കാണാനും അങ്ങനെ ഒരു 2 weeks അവിടെ റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അത് നല്ലൊരു എക്സ്പോഷർ ആയിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത വർഷം നമ്മൾ അപ്ലൈ ചെയ്യണം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അല്ലേ? ഈ വർഷം അതിൻ്റെ അപ്ലിക്കേഷൻ വിളിച്ച സമയം കൂടിയാണ്. നിങ്ങളെ 9th സ്റ്റുഡൻസ് ഒക്കെ ഇപ്പോൾ അപ്ലൈ ചെയ്ത് അതിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇയറിൽ 9th കഴിഞ്ഞ് ഇപ്പോൾ 10th കഴിഞ്ഞ് +1 +2 കഴിഞ്ഞിട്ട് ഒരു JEE എക്സാമിനേഷൻ എഴുതണം എന്നുള്ളതാണോ നഷ്വയുടെ ഒരു ഡ്രീം? +1 +2 ആ +2ൻ്റെ ഒപ്പം തന്നെ JEE കംപ്ലീറ്റ് ചെയ്യാണ്. JEE ക്രാക്ക് ചെയ്യണം. എന്നിട്ട് ISTയിലാണോ അതോ എങ്ങനെയാണ്, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് പോകണം എന്നാണ് ആഗ്രഹം? എനിക്ക് ISTയിൽ പോകണമെന്നുണ്ട്. ISTയിൽ പോകണം എന്നുള്ളതാണ് ആഗ്രഹം. ഓക്കെ, നഷ്മ നേരത്തിനോട് പറഞ്ഞ കാര്യം കുറച്ചും കൂടി റിസർച്ചിൽ പോകാൻ താല്പര്യമുണ്ട് എന്നുള്ളതാണ് അല്ലേ? കുറച്ചും കൂടി ഒരു ഈ ഒരു ഫീൽഡിൽ തന്നെ ഒന്നും കൂടി ഡീപ്പായിട്ട് പോവുക. അപ്പോൾ എന്ത് റിസർച്ച് എന്ന് പറയുന്ന ഒരു ഫീൽഡ് സെലക്ട് ചെയ്യണമെന്ന് തോന്നാനുള്ള കാരണം എന്താ? കാരണം ഞാൻ സ്പേസിനോട് ആദ്യമായിട്ട് ഇൻട്രസ്റ്റ് തോന്നുന്നത് ഈ ബിഗ് ബാങ് തിയറി കേട്ടുകൊണ്ടാണ്. അപ്പോൾ ആ ബിഗ് ബാങ് തിയറി, space, Big Bang, it's the explosion that made the space. സോ ആ ബിഗ് ബാങ് തിയറിനെ പറ്റി കേട്ടപ്പോൾ എനിക്കെന്തോ അത് ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ കരുതി ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ഒരു മിസ്റ്ററീസ് ഉണ്ട്. അപ്പോൾ അത് എനിക്ക് തന്നെ ഒന്ന് അൺട്രാവൽ ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് വന്നു. അങ്ങനെയാണ് അതിലോട്ട് ആ ഒരു റിസർച്ച് എന്ന് പറയുന്ന ഫീൽഡ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത്. എന്തൊക്കെയാണ് നഷ്വയുടെ ഹോബീസ്? എല്ലാവർക്കും കേൾക്കുമ്പോൾ അറിയാൻ താല്പര്യമുള്ള കാര്യമായിരിക്കും. നഷ്വ എന്തൊക്കെയാണ് ഹോബീസ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളെന്ന്? റീഡിങ് ബുക്സ്, അതുപോലെ തന്നെ സ്റ്റോറി ബുക്സ്, അതുപോലെ തന്നെ ആസ്ട്രോണമി റിലേറ്റഡ് ബുക്സും എനിക്ക് ഭയങ്കരമായിട്ട് ക്രേസ് ഉണ്ട്. അതുപോലെ തന്നെ എസ്പെഷ്യലി ഡാൻസിങ് ഇറ്റ്സ് മൈ പാഷൻ. കാരണം എക്സാമൊക്കെ എടുക്കുമ്പോൾ ആ ഡാൻസിലേക്ക് കൂടുതലായിട്ടും എക്സാം നടത്താൻ ഭയങ്കര ഡാൻസിന് അവിടെ നിരത്ത് നിൽക്കില്ല, അതാ തടിയൊക്കെ കൂടെ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡ് കൂളാക്കാൻ. ഞാൻ പറയും കുറേ കളിച്ച് കിട്ടും ഇതാകുമ്പോൾ മതി കളിച്ചത് കാരണം എനിക്ക് പഠിക്കണമെങ്കിൽ എനിക്കൊരു ഇൻട്രസ്റ്റ് കിട്ടണമെങ്കിൽ ഡാൻസ് വേണം. അത് ഭയങ്കര ഒരു എനർജിയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഹോബീസായിട്ട് ഉള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നഷ്വയുടെ കൂടെയും ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഇതുപോലെ NMS പോലത്തെ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ആക്ച്വലി ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ് നഷ്വ. അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇയർ ഒരു NMSനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പോൾ അവരിങ്ങനെ പതിയെ അതിനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷേ നെക്സ്റ്റ് ഇയർ ഇതുപോലെ ഒരുപാട് ആളുകൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് എന്താണ് നഷ്വയ്ക്ക് കൊടുക്കാനുള്ളൊരു അഡ്വൈസ്? അവർക്ക് കൊടുക്കാനുള്ളൊരു അഡ്വൈസ് എന്ന് പറയുമ്പം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഒരു കാര്യം ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ പഠിക്കുന്ന കാര്യങ്ങൾ അത് മറന്നു പോവാതെ പഠിക്കുക എന്നുള്ളതാണ്. കാരണം പ്രീവിയസ് ഇയറൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് അനലൈസ് ചെയ്യുക. അതിൻ്റെ എല്ലാ വശത്തു നിന്നും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ പ്രീവിയസ് ഇയർ തന്നെ അനലൈസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് എന്തായാലും NMS ഗ്രാസ്പ് ചെയ്യാൻ കഴിയുന്നതാണ്. പക്ഷേ എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയത് ഞാൻ ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അനലൈസ് ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ അത് അനലൈസ് ചെയ്യുമ്പോൾ അടുത്ത വർഷം ഏത് ക്വസ്റ്റ്യൻ അവർ ചോദിക്കും എന്നുള്ളൊരു നമുക്കൊരു നോളജ് നമുക്ക് കിട്ടും. അങ്ങനെ ഈ വർഷം ഞാൻ എഴുതുന്നതിന് മുമ്പ് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തു. അങ്ങനെ NMS ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ
അവർ സ്പെസിഫിക് റീജിയനിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ ആ റീജിയൻ മൊത്തത്തിലായിട്ട് നമ്മൾ കവർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഓബിയസ്ലി അവിടുന്ന് ഏത് ചോദ്യം ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഈ വർഷം മാത്സ് അല്ലാതെ ബാക്കി എല്ലാ സബ്ജക്റ്റും ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞത്. എല്ലായ്പ്പോഴും പറയാറുണ്ട് എല്ലാ എക്സാമിനും ഒരുപാട് സിലബസ് ഉണ്ടെങ്കിൽ ഇത് ഫുള്ള് പഠിച്ചെങ്കിൽ മാത്രമേ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതിൽ ടോപ്പേഴ്സ് ആവുന്ന ആൾക്കാർ എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നന്നായിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ എക്സാംസിനും ഒരു പാറ്റേൺ ഉണ്ടാവും, എല്ലാത്തിനും ഒരു സ്ട്രാറ്റജി ഉണ്ടാവും. ഇത് മനസ്സിലാക്കാതെ നമ്മൾ എത്ര പഠിച്ചിട്ടും ചിലപ്പോൾ ഒരു പക്ഷേ അത് ആ എക്സാമിന് വരണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ ഇവരിപ്പോൾ നെഷ്വ ചെയ്തതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തപ്പോൾ നെഷ്വയ്ക്ക് അറിയാം എവിടെ നിന്നാണ് ഏകദേശം ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത്. മേ ബി കുറച്ച് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് വന്നാൽ പോലും നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുന്ന റിസൾട്ട് എൻഷുർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് എന്തായാലും ആ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഏരിയാസിൽ നിന്ന് വരും. ഇത് ബാക്കിയുള്ളവരും കൂടി ആക്ച്വലി യൂസ് ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജിയാണ്. നമ്മളെപ്പോഴും സ്റ്റുഡൻസിനോട് പറയാറുണ്ട് കോമ്പറ്റീവ് എക്സാംസ് ആണെങ്കിൽ ഇത് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ UPSC പോലെയുള്ള സിവിൽ സർവീസ് പോലെയുള്ള എക്സാമിനേഷനൊക്കെ എല്ലായ്പ്പോഴും പറയാം എനിത്തിങ് അണ്ടർ സൺ, സൂര്യന് താഴെയുള്ള എന്തും ചോദിക്കും, അത്രയും വാസ്റ്റാണ് അതിൻ്റെ സിലബസ് എന്നുള്ളതാണ്. പക്ഷേ ആക്ച്വലി അതിനും ഇതുപോലെ പാറ്റേൺ ഉണ്ട്, സ്ട്രാറ്റജീസ് ഉണ്ട്. ഒരുപാട് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ അതും ഇതുപോലെ നമുക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടും. പക്ഷേ സ്റ്റുഡൻസ് ചെയ്യാറില്ല. എല്ലാവരും എന്തൊക്കെയോ ഇരുന്ന് പഠിക്കും, കുറേ അവിടെയും ഇവിടെ ഇരുന്ന് പഠിക്കും ചെയ്യും. പക്ഷേ ഇതാണ് ശരിക്കും പ്രോപ്പർ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. സ്മാർട്ടായിട്ടുള്ള പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇങ്ങനെ ചെയ്തെങ്കിലേ അത് കറക്റ്റായിട്ടുള്ള റിസൾട്ടിലോട്ട് നമുക്ക് എത്താൻ പറ്റുള്ളൂ. So it will not talk about the space. Do you want to talk about it? No, I just said that everything in under the sun. No, is there space also? നോ, അങ്ങനെയല്ലടാ. അതൊരു കൈൻഡ് ഓഫ് എന്താ പറയുക ഒരു സെയിങ് ആണ്. എനിത്തിങ് അണ്ടർ സൺ എന്ന് പറയുന്ന ഒരു പഴയ പണ്ട് മുതലേ നമ്മളിങ്ങനെ പറയുന്ന ഒരു പഴഞ്ചൊല്ല് എന്ന് പറയാം. അതൊരു ശൈലിയാണ്. ഓക്കെ, കൈൻഡ് ഓഫ് അതാണ്. അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് മാഴ്സിനെ കുറിച്ച് ചോദിക്കില്ല എന്നുള്ളതല്ല അതിൻ്റെ മീനിങ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് അവന് ഭയങ്കര നിഷ്കളങ്കായ ചോദ്യമാണ്. അവന് എനിത്തിങ് അണ്ടർ സൺ എന്ന് പറയുമ്പോൾ ബാക്കി ചോദിക്കില്ല എന്നുള്ളത് അവൻ്റെ ക്യൂരിയോസിറ്റിൻ്റെ പാർട്ടാണ്. ഓക്കെ, പിന്നെ എന്തായാലും ഒരു ഫ്യൂ ഡേയ്സിനകത്ത് നമ്മുടെ നെക്സ്റ്റ് അക്കാഡമിക് ഇയറിൻ്റെ ക്ലാസ് തുടങ്ങാൻ പോവാണ്. ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എക്സൈറ്റഡ് അല്ലേ നമ്മുടെ പുതിയ വർഷം തുടങ്ങാൻ വേണ്ടിയിട്ട്? ഓക്കെ, അപ്പോൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അടുത്ത വർഷം നമുക്ക് ഇനിയും കുറേ അച്ചീവ്മെൻറ്റ്സ് വരാനുണ്ട്. ഡിഫറെൻറ്റ് ഒളിമ്പ്യാഡ് എക്സാമുകൾ അടുത്ത വർഷത്തെ നമ്മുടെ ഫോക്കസ് അവിടെയാണ്. കുറച്ചും കൂടെ ഒളിമ്പ്യാഡ് എക്സാമുകൾ, IOQM, അതുപോലെ അതുങ്ങളുടെ ഗവൺമെൻറ് കണ്ടക്ട് ചെയ്യുന്ന ഒളിമ്പ്യാഡ്സിൻ്റെ ഫസ്റ്റ് ലെവൽ മുതലുള്ള കാര്യങ്ങളൊക്കെ ഇനി അപ്കമിങ് ഇയേഴ്സിൽ വരാനുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരുപാട് ഏജൻസി നടത്തുന്ന ഒളിമ്പ്യാഡ്സ് ഉണ്ട്. ISRO UVK ഉണ്ട്. സത്യം പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസാണ് ഏറ്റവും കൂടുതലുള്ളത്, ആളുകൾക്ക് അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിലെല്ലാം നമ്മുടെ ഒരു ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ ഒരു ഇമ്പാക്റ്റും എന്തായാലും നെഷ്വയ്ക്ക് ഉണ്ടാവും. അപ്പോൾ അത് ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ ടീം എല്ലാവരും ഇവിടെ ഉണ്ട്, എന്ത് അസിസ്റ്റൻസിന് വേണമെങ്കിലും. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വർഷം ഒന്നും കൂടെ നെക്സ്റ്റ് ലെവലിലോട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഇയറാണ്. മാത്രമല്ല നെഷ്വയുടെ ലോങ് ടേമിലുള്ള ഡ്രീമും കാര്യങ്ങളും എന്തായാലും അത് നടക്കട്ടെ. അതിലോട്ടുള്ള ജേർണി അങ്ങോട്ട് എന്തായാലും അത് എത്തും. ഡെഫിനറ്റ്ലി ഈ ഒരു പാഷനേറ്റ് ആണെങ്കിൽ എന്തായാലും നമുക്ക് അങ്ങോട്ട് എത്തും. എത്താതെ നമുക്ക് പറ്റില്ല അല്ലേ? അപ്പോൾ അത് എത്താൻ പറ്റട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. സോ ഇന്നിവിടെ നമ്മൾ വന്നതിലും നമ്മളെല്ലാവർക്കും മീറ്റ് ചെയ്യാൻ പറ്റിയതിലും വി ആർ സോ ഹാപ്പി. നമ്മുടെ എൻ്റെ എക്സാം പോലെയാണെങ്കിൽ ടീം ഹാപ്പിയാണ്. മെൻറ്റേഴ്സൊക്കെ ആക്ച്വലി മെൻറ്റേഴ്സിനൊന്നും ഇവിടെ വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ മെൻറ്റേഴ്സൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളും വരുമായിരുന്നു, നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കും നെഷ്വയെ കാണാനും ഒക്കെ ആഗ്രഹമുണ്ട്. എനിവേ മേ ബി നെക്സ്റ്റ് ടൈം എന്ത് ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടെ മെൻറ്റേഴ്സൊക്കെ വരുന്നൊരു ദിവസം ഒന്നും കൂടെ നമുക്ക് എല്ലാവർക്കും മീറ്റ് ചെയ്യാം. സോ ഇതൊരു വളരെ ഇൻസ്പിറേഷണൽ സ്റ്റോറി ആയിരിക്കും ബാക്കിയുള്ള സ്റ്റുഡൻസിനും കൂടെ. നെഷ്വയുടെ ഈ ഒരു സ്റ്റോറി എന്താണ് ചെയ്തത്, എങ്ങനെയാണ് ഒരു ഡ്രീമിലോട്ട് എത്തിയെന്നുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി ബാക്കിയുള്ളവർക്കും കൂടി നല്ലൊരു ഇൻസ്പിറേഷൻ ആകും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിൽ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം. സോ താങ്ക്സ് എവരിവൺ. താങ്ക്സ് ഫോർ വാച്ചിങ്.